രുചിക്കൂട്ട്. ഏത് മെനുവിൽ നോക്കിയാലും പനീർ ബട്ടർ മസാലയും ബട്ടർ ചിക്കനും ഒക്കെ കാണാം. അതിൻ്റെ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ലുക്കും അതുപോലെ തന്നെ യമ്മി ആയിട്ടുള്ള ഒരു ടേസ്റ്റും ഒക്കെ ആയിരിക്കാം ഇതിനെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിഭവങ്ങളാക്കുന്നത്. അതുപോലെ തന്നെ ചപ്പാത്തി, നാൻ തുടങ്ങിയ ബ്രെഡ് ഐറ്റംസിൻ്റെ ഒപ്പവും ഗീ റൈസ് പോലെയുള്ള റൈസിൻ്റെ കൂടെയൊക്കെ വളരെ നന്നായി ചേർന്ന് പോകുന്നതാണ് ഈ ബട്ടർ ചിക്കനും അതുപോലെ പനീർ ബട്ടർ മസാലയും ഒക്കെ. ഇന്ന് അത്തരത്തിലൊരു റെസിപ്പി നമുക്ക് തയ്യാറാക്കാം. ഒരു 1/2 കിലോ എല്ലില്ലാത്ത ചിക്കൻ ഉപയോഗിച്ചിട്ട് ബട്ടർ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം. വേറെ അധികം കാര്യങ്ങളൊന്നും ഇതിനെപ്പറ്റി പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാം. അതൊരു ബട്ടറും കാഷ്യൂനട്ടും ഒക്കെ ചേർന്ന് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇത്. കുറച്ച് സമയമെടുത്ത് നമ്മൾ ഉണ്ടാക്കുകയും വേണം. അപ്പം നമുക്ക് വേഗം ഉണ്ടാക്കി തുടങ്ങാം. ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് നമ്മൾ മുറിക്കേണ്ടത്. ഒരു 1/2 കിലോയോളം അങ്ങനെ മുറിച്ചെടുക്കുക. എന്നിട്ട് അതിന് കുറച്ച് പെപ്പർ, അതായത് കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പലതരം റെസിപ്പികൾ ട്രൈ ചെയ്ത് നോക്കി എല്ലാത്തിൽ നിന്നും എടുത്ത് മിക്സ് ആൻഡ് മാച്ച് ആക്കി ഉണ്ടാക്കി തയ്യാറാക്കിയ ഒരു റെസിപ്പി. അപ്പോൾ ഇനി ഒരു സ്പൂണ് ബട്ടർ എടുക്കുക. അതിലേക്ക് നമ്മൾക്ക് ഒരു 1/2 മുറി സവോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അതൊന്ന് സോട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു 10-12 കാഷ്യൂനട്ട്, ഇനി അതിൻ്റെ കൂടെ നമുക്കൊരു 5-6 റേസിൻസ്, ഉണക്കമുന്തിരിങ്ങ, അതും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് സോട്ട് ചെയ്ത ശേഷം കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞ് നമുക്കിതൊരു പേസ്റ്റ് ആക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇങ്ങനെ ഒരു പേസ്റ്റും തയ്യാറാക്കി വെച്ചു. ഇനി ഒരു പാൻ ചൂടാക്കുന്നു. അതിലേക്ക് നമ്മൾക്ക് ഒരു 2 സ്പൂണോളം ബട്ടർ ഇടാം. എന്നിട്ട് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ അതിലെ വെള്ളം പൂർണ്ണമായിട്ട് മാറുന്ന പോലെ സോട്ട് ചെയ്തതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഒരു പാൻ എടുത്ത് വെച്ചു. പാനിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂണോളം റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഗാർലിക്കും ഇഞ്ചിയും പേസ്റ്റാക്കി അരച്ചത് ചേർക്കാം. നന്നായിട്ട് സോട്ടാക്കുക. അതിൻ്റെ പച്ച മണമൊക്കെ മാറുന്ന വരെ അത് ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു 2 ബേ ലീഫ്, ഒരു ചെറിയ പീസ് ജാതിപത്രി, അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് കറുവപ്പട്ട, അതും ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു മീഡിയം സൈസ് സവോളയാണ്, ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒരു ഗോൾഡൻ കളറാകുന്നത് വരെ സോട്ട് ചെയ്തെടുക്കുക. നല്ല ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, അതായത് മല്ലിപ്പൊടിയും ചേർക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി, അതും ചോപ്പ് ചെയ്ത് ചേർക്കാം. എല്ലാം നല്ലവണ്ണം വഴന്നു വരണം. നല്ല എണ്ണ തെളിയുന്ന വരെ തന്നെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കസൂരി മേത്തി, അത് ഒരു സ്പൂണോളം നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമിയിട്ട് ഇതിലേക്ക് ഇടണം. കസൂരി മേത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉണങ്ങിയ ഒലിവയിലയാണെന്ന്. അതോടൊപ്പം തന്നെ വറുത്ത് പൊടിച്ച 1 സ്പൂൺ ജീരകപ്പൊടിയും ചേർക്കാം, ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് 1-2 സാധനം ഇടാൻ പോകുന്നുണ്ട്. അത് എല്ലാത്തിലും എല്ലാവരും ഒന്നും ഇടാറില്ല. ഒരു നുള്ള് ചാട്ട് മസാല, അതുപോലെ തന്നെ ഒരു ചെറിയ നുള്ള് അയമോദകം, അത് കയ്യിൽ വെച്ചൊന്ന് തിരുമിയതിന് ശേഷം അതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ക്യൂബ്സും കൂടെ ഇതിലേക്ക് ഇടാം. ഒരു 1-2 മിനിറ്റോളം അത് നന്നായിട്ടൊന്ന് വഴന്നു വരട്ടെ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒന്ന് ചേർക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചൂടുവെള്ളമാണ്. നല്ല തിളച്ച വെള്ളം ചേർക്കുക. എല്ലാം കൂടി ചേർത്ത് യോജിപ്പിച്ച് ഒരു 3-4 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് അടച്ച് തിളയ്ക്കാൻ വെക്കണം. തിളച്ചതിന് ശേഷം നമ്മൾക്ക് ആദ്യം നമ്മൾ തയ്യാറാക്കിയ കാഷ്യൂവും ഒക്കെ കൂടി ചേർത്ത് അരച്ച പേസ്റ്റ്, അതും കൂടി ഇതിലേക്കിടാം. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഗരം മസാലയുടെ പൊടിയാണ്. അതും കൂടി ചേർത്ത് ഒരു 2-3 മിനിറ്റ് അടച്ച് വയ്ക്കുക. ഏറ്റവും അവസാനമായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വിളമ്പി ഉപയോഗിക്കാം. രുചിക്കൂട്ട്. നിർവഹണം ലീന.